नमस्ते। सर्वे सुखिनः भवन्ति वा? आम्, सुखिनः भवन्ति किल? अस्तु, गतकक्ष्यायां वयं त्वमेव जननी भव इति पाठस्य आमुखं दृष्टवन्तः। तत्र एकम् अनुबन्धप्रवर्तनमपि दत्तमासीत् किल? स्मरन्ति वा? आम्, स्मरन्ति एव। अस्तु, अनुबन्धप्रवर्तनं किम् आसीत्? आम्, त्रयाणां प्रश्नानाम् उत्तराणि कथारूपेण लिखित्वा आगच्छन्तु इत्येव उक्तमासीत् किल? लिखितवन्तः वा? आम्, उत्तमं, लिखितवन्तः एव। अस्तु, तत्र यथा कथां लिखितवन्तः तथा किं दृष्टवन्तः? तत् ऊरुभङ्गकथा एव भवति किल? आम्, ऊरुभङ्गकथा एव भवति। तां कथाम् अहम् अत्र കൈരളി ഭാഷായാം വദാമി. ഇന്നലെ തന്ന അനുബന്ധപ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതിയ കഥ ഊരുഭംഗ കഥ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആ കഥയൊന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞുതരാം. ശരി, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. എല്ലാവർക്കും കഥ കേൾക്കാൻ വളരെ ഇഷ്ടമാണല്ലോ, അല്ലേ? ശരി, അപ്പോൾ മഹാഭാരത യുദ്ധം നടന്നത് 18 ദിവസങ്ങളിലായിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. അറിയാലേ? അപ്പോൾ ഈ 18ാമത്തെ ദിവസം കൗരവന്മാരുടെ പക്ഷത്ത് ദുര്യോധനൻ മാത്രവും പാണ്ഡവന്മാരുടെ പക്ഷത്ത് പാണ്ഡവരും പിന്നെ ശ്രീകൃഷ്ണനും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും സ്വർഗലോകം പ്രാപിച്ചു, അതായത് മരിച്ചു. അപ്പോൾ ഈ സമയത്ത് പാണ്ഡവന്മാരുടെ ഏക ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ദുര്യോധനനെ വധിച്ചിട്ട് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പാണ്ഡവന്മാരുടെ ചിന്ത. അപ്പോൾ ഭീമനാണ് ദുര്യോധനന്റെ കൂടെ ഗദായുദ്ധം നടത്താൻ പോകുന്നത്. കാരണം ഭീമന് ശപഥമുണ്ട്, എന്ത്? എങ്ങനെയെങ്കിലും ദുര്യോധനനെ വധിച്ച് ആ രക്തം ദ്രൗപദിയുടെ തലയിൽ തേക്കും, തലയിൽ അഭിഷേകം നടത്തും എന്നായിരുന്നു ഭീമന്റെ ശപഥം. അപ്പൊ ഭീമനാണ് ദുര്യോധനനെ വധിക്കാൻ പോകുന്നത്. പക്ഷേ ദുര്യോധനെ വധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിനു വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ഭീമന് ചില കാര്യങ്ങൾ യുദ്ധത്തിന് മുന്നേ പറഞ്ഞു കൊടുക്കാൻ. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞു കൊടുത്തത്? ഒന്നാമത്തെ കാര്യം, എല്ലാവർക്കും അറിയാവുന്നത് പോലെ ദുര്യോധനൻ വളരെ ശക്തിശാലിയായ ഒരാളാണ്. ദുര്യോധനനെ വധിക്കുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഭീമനെ അറിയിക്കാൻ കൃഷ്ണനുണ്ടായിരുന്നു. എന്തായിരുന്നു? ദുര്യോധനന്റെ അമ്മയുണ്ടല്ലോ, ഗാന്ധാരി പാതിവൃത്യ ശക്തി കൊണ്ട്, സ്വന്തം പാതിവൃത്യ ശക്തി കൊണ്ട് ദുര്യോധനന്റെ തുട ഒഴികെയുള്ള ഭാഗങ്ങളെ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ദുര്യോധനനെ വധിക്കണം എന്നുണ്ടെങ്കിൽ ദുര്യോധനന്റെ തുടയിൽ തന്നെ പ്രഹരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? മൈത്രേയ മുനി എന്നൊരു മുനി ഉണ്ടായിരുന്നു. ആ മുനി ദുര്യോധനനെ ശപിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ശാപം? ദുര്യോധനൻ മരിക്കുകയാണെങ്കിൽ തുട പൊട്ടി മരിക്കും എന്നായിരുന്നു മൈത്രേയ മുനിയുടെ ശാപം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എന്താണ് മനസ്സിലാവുന്നത്? ഭീമൻ ഗദായുദ്ധത്തിൽ ദുര്യോധനനെ പ്രഹരിക്കേണ്ടത്, വധിക്കാൻ വേണ്ടി പ്രഹരിക്കേണ്ടത് തുടയിലാണ് എന്നാണ്. അപ്പൊ ഈ കാര്യമൊക്കെ മനസ്സിലാക്കി ഇവര് യുദ്ധഭൂമിയിലേക്ക് പോയി യുദ്ധം തുടങ്ങി. പക്ഷേ യുദ്ധത്തിനിടയില് ഭീമൻ ഈ കാര്യം മറന്നുപോയി. ദുര്യോധനനെ തുടയിൽ പ്രഹരിച്ചാലാണ് ദുര്യോധനൻ മരിക്കുക എന്നുള്ള കാര്യം ഭീമൻ മറന്നുപോയി. അപ്പൊ എങ്ങനെയെങ്കിലും ഭീമൻ ഈ കാര്യം ഓർമ്മിപ്പിക്കണമല്ലോ, അല്ലെങ്കിൽ ഭീമൻ ദുര്യോധനെ വധിക്കാൻ പറ്റാതെ തോറ്റ് പോവും. അപ്പോ ഈ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ഒരു ഉപായം കണ്ടെത്തി. എന്താ ഉപായം? ശ്രീകൃഷ്ണൻ അവിടെ നിന്നിട്ട് തുടയിൽ ഇങ്ങനെ തട്ടി കാണിച്ചു. അങ്ങനെ തുടയിൽ തട്ടി കാണിച്ചപ്പോ ഭീമന് ഓർമ്മ വന്നു, ദുര്യോധനനെ തുടയിൽ പ്രഹരിച്ചാലാണ് വധിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മ വന്നപ്പോ ആ നിമിഷം തന്നെ ഭീമൻ ദുര്യോധനന്റെ തുടയിൽ ഒന്ന് ആഞ്ഞു പ്രഹരിച്ചു. അതോടുകൂടി തുട പൊട്ടി ദുര്യോധനൻ രണഭൂമിയിൽ, യുദ്ധഭൂമിയിൽ വീണ് കിടന്നു. അങ്ങനെ ഈ വീണ് കിടക്കുന്ന സമയത്താണ് നമ്മുടെ നാടകത്തിലെ ഗാന്ധാരിയും ധൃതരാഷ്ട്രനും പിന്നെ ദുര്യോധനന്റെ പുത്രനായിട്ടുള്ള ദുർജയനും കൂടി ഈ ദുര്യോധനനെ, മരണാസന്നനായിരിക്കുന്ന ദുര്യോധനനെ കാണാൻ വേണ്ടി
യുദ്ധഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു സീനാണ് നമ്മൾ ത്വമേവ ജനനീ ഭവ എന്നുള്ള പാഠത്തില് പഠിക്കാൻ പോകുന്നത്. അപ്പൊ പാഠസ്യ നാമ ത്വമേവ ജനനീ ഭവ. പാഠത്തിന്റെ പേരെന്താണ്? ത്വമേവ ജനനീ ഭവ. ഈ പാഠത്തിന്റെ ശീർഷകത്തിന്റെ അർത്ഥം എന്താണ്? ത്വമേവ, ത്വം ഏവ, നീ തന്നെ, ജനനി, ജനനി എന്ന് പറഞ്ഞ ആരാ? അമ്മ, ഭവ, ഭവിക്കണം, നീ തന്നെ അമ്മയാകണം എന്നാണ് ശീർഷകത്തിന്റെ അർത്ഥം. ശരി, അപ്പോ ഇനി നമ്മൾ പാഠഭാഗം വായിക്കുന്നതിന് മുന്നേ ഒരു കാര്യം, ഒരു ചെറിയ പ്രവർത്തനം നമുക്ക് ചെയ്യാം. എന്താ പ്രവർത്തനം? കഥ പറഞ്ഞല്ലോ, ആ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ആ കഥയിൽ ഏതൊക്കെ കഥാപാത്രങ്ങൾ ഉണ്ട് എന്നാണ് തോന്നിയത് ഒന്ന് എന്നോട് പറയാമോ? വദന്തു. കഥായാം കേ കേ കഥാപാത്രാഹ ആസൻ. കഥയില് ഏതൊക്കെ കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്? ഭീമഃ, ദുര്യോധനഃ, പിന്നെയോ ഗാന്ധാരി, ധൃതരാഷ്ട്രഃ, ദുർജയഃ, ശ്രീകൃഷ്ണഃ, മൈത്രേയഃ. ഇത്രയും കഥാപാത്രങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലെ? ശരി, എന്നാൽ ത്വമേവ ജനനീ ഭവ എന്നുള്ള ഈ പാഠത്തില് നേരത്തെ പറഞ്ഞല്ലോ, മരണാസന്നനായ ദുര്യോധനനെ കാണാൻ വേണ്ടി ഗാന്ധാരിയും ധൃതരാഷ്ട്രനും പിന്നെ ദുർജയനും കൂടി നമ്മുടെ യുദ്ധഭൂമിയിലേക്ക് വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയുള്ള കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ദുര്യോധനൻ, ഗാന്ധാരി, ധൃതരാഷ്ട്രൻ, ദുർജയൻ. ഇവര് 4 പേരുമാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിലെ കഥാപാത്രങ്ങൾ. അപ്പൊ നമുക്കൊന്ന് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗസ്യ പ്രഥമഖണ്ഡമഹം പഠാമി, സശ്രദ്ധം ശൃണ്വന്തു. പാഠഭാഗത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. അപ്പോൾ പാഠപുസ്തകം എടുത്ത് ത്വമേവ ജനനീ ഭവ എന്നുള്ള പാഠം എടുത്തു വെക്കുക. അപ്പൊ ആദ്യത്തെ ഭാഗം വായിക്കാം. മഹാകവിന ഭാസേന വിരചിതേഷു ത്രയോദശരൂപകേഷു അന്യതമമസ്തി ഊരുഭംഗം. മഹാകവി ഭാസേന വിരചിതേഷു ത്രയോദശരൂപകേഷു അന്യതമം അസ്തി ഊരുഭംഗം. പദച്ഛേദമാണ് അവിടെ അല്ലെ. അന്യതമം അധികം അസ്തി, അന്യതമം അസ്തി ഊരുഭംഗം. പിന്നെയോ മഹാഭാരത യുദ്ധസ്യ അന്തിമദിനെ മഹാരാജസ്യ ദുര്യോധനസ്യ സ്വർഗപ്രാപ്തിരേവ ഏകാംഗസ്യാസ്യ പ്രതിപാദ്യഃ. മഹാഭാരതയുദ്ധസ്യ അന്തിമദിനെ, അന്തിമദിനെ 18ാമത്തെ ദിവസം, അതാണല്ലോ അവസാനത്തെ ദിവസം. മഹാഭാരതയുദ്ധസ്യ അന്തിമദിനെ മഹാരാജസ്യ ദുര്യോധനസ്യ സ്വർഗപ്രാപ്തിഃ ഏവ, സ്വർഗപ്രാപ്തിരേവ, സ്വർഗപ്രാപ്തിഃ അധികം ഏവ, സ്വർഗപ്രാപ്തിരേവ ഏകാംഗസ്യാസ്യ, ഏകാംഗസ്യ അധികം അസ്യ, ഏകാംഗസ്യാസ്യ പ്രതിപാദ്യഃ. പദച്ഛേദം ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ശരി. ഭീമസേനസ്യ ഗദാഘാതേന വിതീർണോരുഃ ദുര്യോധനഃ രണാങ്കണേ അപതത്. ഭീമസേനസ്യ ഗദാഘാതേന വിതീർണോരുഃ ദുര്യോധനഃ രണാങ്കണേ അപതത്. തം ദ്രഷ്ടും ഗാന്ധാരി ധൃതരാഷ്ട്രൗ ദുര്യോധനപുത്രേണ ദുർജയേന സമമാഗച്ഛതഃ. തം ദ്രഷ്ടും ഗാന്ധാരി ധൃതരാഷ്ട്രൗ ദുര്യോധനപുത്രേണ ദുർജയേന സമം ആഗച്ഛതഃ. സമം ആഗച്ഛതഃ, സമം അധികം ആഗച്ഛതഃ, സമമാഗച്ഛതഃ. പിതൃപുത്രസ്നേഹസ്യ ഹൃദയാവർജകം ചിത്രമേകം അത്ര ആലിഖിതം. പിതൃപുത്രസ്നേഹസ്യ ഹൃദയാവർജകം ചിത്രം അധികം ഏകം, ചിത്രമേകം, ചിത്രം ഏകം, ചിത്രമേകം അത്ര ആലിഖിതം. അപ്പോൾ ഇതിൽ പറഞ്ഞ പദച്ഛേദങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചല്ലോ. ഇനി നമുക്ക് ഈ പാരഗ്രാഫിന്റെ അർത്ഥം ഒന്ന് മലയാളത്തിൽ പറയാം. മഹാകവിന ഭാസേന വിരചിതേഷു ത്രയോദശരൂപകേഷു അന്യതമം അസ്തി
ഊരുഭംഗം മഹാകവി ഭാസനാൽ രചിക്കപ്പെട്ട 13 രൂപകങ്ങളിൽ ഒരെണ്ണമാണ്. അന്യതമമസ്തി ഊരുഭംഗം. മഹാഭാരതയുദ്ധസ്യ അന്തിമദിനെ, മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ദിവസം മഹാരാജസ്യ ദുര്യോധനസ്യ, മഹാരാജാവായ ദുര്യോധനന്റെ സ്വർഗപ്രാപ്തി ഏവ, സ്വർഗപ്രാപ്തിയാണ് ഏകാംഗസ്യാസ്യ, ഏകാംഗമായ ഒരൊറ്റ അംഗമുള്ള ഈ നാടകത്തിന്റെ, അസ്യ ഈ നാടകത്തിന്റെ പ്രതിപാദ്യ വിഷയം. ഭീമസേനസ്യ ഗദാഘാതേന വിതീർണോരുഹു ദുര്യോധനഃ, ഭീമസേനസ്യ, ഭീമസേനന്റെ ഗദാഘാതേന, ഗദാപ്രഹരം കൊണ്ട്, വിതീർണോരുഹു, വിതീർണഃ പൊട്ടിയ, വിതീർണ ഊരുഹു പൊട്ടിയ തുടയോടുകൂടിയ, ദുര്യോധനഃ ദുര്യോധനൻ, രണാങ്കണേ യുദ്ധഭൂമിയിൽ, അപതത് പതിച്ചു. ഭീമസേനന്റെ ഗദാപ്രഹരം കൊണ്ട് തുടപൊട്ടിയ ദുര്യോധനൻ രണഭൂമിയിൽ പതിച്ചു. തം ദ്രഷ്ടും ഗാന്ധാരി ധൃതരാഷ്ട്രൗ ദുര്യോധനപുത്രേണ ദുർജയേന സമം ആഗച്ഛതഃ. തം ദ്രഷ്ടും, ആ ദുര്യോധനനെ കാണാൻ വേണ്ടി, ദ്രഷ്ടും കാണുവാൻ, ഗാന്ധാരി ധൃതരാഷ്ട്രൗ, ഗാന്ധാരിയും ധൃതരാഷ്ട്രനും ആരുടെ കൂടെ വരുന്നു? ദുര്യോധനപുത്രേണ, ദുര്യോധനപുത്രനായ ദുർജയേന, ദുർജയന്റെ കൂടെ, സമം കൂടെ, ആഗച്ഛതഃ വരുന്നു. സമം, സാർദ്ധം, സാകം, ഇത് മൂന്നിന്റെയും അർത്ഥം എന്താണ്? കൂടെ എന്നാണ് അർത്ഥം. സമം, സാകം, സാർദ്ധം. ഇതോർക്കുക. ആരുടെ കൂടെയാണോ പോകുന്നത് അവരെ നമ്മൾ തൃതീയ വിഭക്തിയിലും പ്രയോഗിക്കണം. അപ്പൊ ആരുടെ കൂടെയാ? ദുർജയന്റെ കൂടെയാണ് വരുന്നത്. ധൃതരാഷ്ട്രനും ഗാന്ധാരിയും ദുർജയന്റെ കൂടെ വരുന്നു. ദുർജയേന സമം, ദുർജയന്റെ കൂടെ. അങ്ങനെ വരുമ്പോ ആരുടെ കൂടെയാണോ വരുന്നത് ആ വരുന്ന ആളെ നമ്മൾ തൃതീയ വിഭക്തിയിലാണ് പ്രയോഗിക്കേണ്ടത്. ദുർജയേന. ഇപ്പൊ രാമന്റെ കൂടെ സീത പോകുന്നു എന്ന് പറയുകയാണെങ്കിലോ, രാമേണ സാകം, രാമേണ സാർദ്ധം, രാമേണ സമം സീത ഗച്ഛതി, രാമന്റെ കൂടെ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അത് സമം, സാകം, സാർദ്ധം എന്നുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ആരുടെ കൂടെയാണോ പോകുന്നത് അവരെ നമ്മൾ തൃതീയ വിഭക്തിയിൽ പ്രയോഗിക്കണം എന്നാണ് നിയമം. ശരി, അതിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മൾ ഈ പാരഗ്രാഫിൽ എന്താണ് കണ്ടത്? മഹാകവിയായ ഭാസൻ രചിച്ചതായിട്ടുള്ള 13 രൂപകങ്ങളിൽ ഒരെണ്ണമാണ് ഊരുഭംഗം. പിന്നെയോ മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ദിനത്തില് മഹാരാജാവായ ദുര്യോധനന്റെ സ്വർഗപ്രാപ്തിയാണ് ഏകാംഗ നാടകമായ ഊരുഭംഗത്തിന്റെ പ്രതിപാദ്യ വിഷയം. ഇനി ഭീമസേനന്റെ ഗദാപ്രഹരം കൊണ്ട് തുടപൊട്ടിയ ദുര്യോധനൻ രണാങ്കണത്തിൽ, യുദ്ധഭൂമിയിലെ പതിച്ചു കിടക്കുകയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ ഗാന്ധാരിയും ധൃതരാഷ്ട്രനും കൂടെ ദുര്യോധനന്റെ പുത്രനായ ദുർജയനും കൂടി വരികയാണ്. അപ്പോൾ ആ സമയത്തെ പിതൃപുത്ര സ്നേഹത്തിന്റെ, അച്ഛന്റെയും കുട്ടിയുടെയും അതായത് മകന്റെയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഹൃദയാവർജകം, ഹൃദയത്തെ ഭേദിക്കുന്ന, ഹൃദയത്തെ അത്രയ്ക്കും സങ്കടപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ ആലിഖിതം, വരച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പാരഗ്രാഫ് നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനി ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രവർത്തനം ചെയ്യാം. പ്രഥമം ഖണ്ഡം സമ്യക് പഠിത്വ അധോദത്താനാം റിക്തസ്ഥാനാനി പൂരയത. അധോദത്താനാം റിക്തസ്ഥാനാനി പൂരയത. കഥം പൂരണീയം? കസ്യ കഹ സംബന്ധഃ ഇതി ചിന്തയിത്വാ പൂരണീയം. ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ പാരഗ്രാഫ് നന്നായി വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ പൂരിപ്പിക്കണം. എങ്ങനെ പൂരിപ്പിക്കണം? ആർക്ക് ആരോട് എന്ത് ബന്ധമാണ് ഉള്ളത് എന്നാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. ഓരോന്നായി പറയുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കാം. ആദ്യത്തത്, ദുര്യോധനസ്യ കഹ ദുർജയഃ. ദുര്യോധനസ്യ കഹ ദുർജയഃ. ദുര്യോധനന്റെ ആരാണ് ദുർജയൻ? പുത്രനാണ് അല്ലെ. അപ്പൊ ദുര്യോധനസ്യ പുത്രഃ ദുർജയഃ. ദുര്യോധനന്റെ പുത്രനാണ് ദുർജയൻ. ദുര്യോധനന്റെ പുത്രനാണ് ദുർജയൻ. അപ്പൊ ദുർജയനും ദുര്യോധനനും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ കാണിക്കുന്നത് അല്ലെ. അപ്പൊ
ഇങ്ങനെ ബന്ധം നമ്മൾ കാണിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്താ ഉപയോഗിക്കുക? ഷഷ്ടി വിഭക്തിയാണ് ഉപയോഗിക്കുക. ദുര്യോധനസ്യ, ദുര്യോധനന്റെ, എന്റെ, നിന്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരാളുടെ ബന്ധം കാണിക്കാൻ ഷഷ്ടി വിഭക്തിയാണ് ഉപയോഗിക്കുക. അപ്പൊ ദുര്യോധനസ്യ, ദുര്യോധനന്റെ പുത്രനാണ് ദുർജയൻ. ഇനി ദുര്യോധനസ്യ കാ ഗാന്ധാരി, ദുര്യോധനന്റെ ആരാണ് ഗാന്ധാരി? ദുര്യോധനസ്യ മാതാ ഗാന്ധാരി, ദുര്യോധനസ്യ മാതാ ഗാന്ധാരി. ഇനി ദുര്യോധനസ്യ കഹ ധൃതരാഷ്ട്രഃ, ദുര്യോധനന്റെ ആരാണ് ധൃതരാഷ്ട്രൻ? ദുര്യോധനസ്യ പിതാ ധൃതരാഷ്ട്രഃ, ദുര്യോധനസ്യ പിതാ ധൃതരാഷ്ട്രഃ. ദുര്യോധനസ്യ കഹ ഭീമഃ, ദുര്യോധനന്റെ ആരാണ് ഭീമൻ? ഇവിടെ ബന്ധമാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദുര്യോധനസ്യ സോദരഃ ഭീമഃ, ദുര്യോധനസ്യ സോദരഃ ഭീമഃ. അപ്പൊ ഇവിടെ ദുര്യോധനനുമായിട്ട് ഇവർക്കൊക്കെ എന്താ ബന്ധമുള്ളത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് വിഭക്തി ഉപയോഗിച്ചു? ഷഷ്ടി വിഭക്തിയാണ് ഉപയോഗിച്ചത്. ഇപ്പോ രാമൻ എന്നുള്ള എക്സാമ്പിൾ ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. രാമസ്യ കഹ ദശരഥഃ, രാമസ്യ പിതാ ദശരഥഃ. രാമസ്യ കാ സീത, രാമസ്യ പത്നി സീത. രാമസ്യ കഹ ലവഃ, രാമസ്യ പുത്രഃ ലവഃ. അപ്പൊ ഇങ്ങനെ നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനാണ് എന്തുപയോഗിക്കുക? ഷഷ്ടി വിഭക്തി ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരുമായിട്ടുള്ള ബന്ധം പറയാം. എങ്ങനെ പറയാം? ഇപ്പോ അഭിനവ് എന്നൊരു കുട്ടിയുണ്ട് നമ്മുടെ ക്ലാസ്സിൽ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ അഭിനവസ്യ മാതാ കൃഷ്ണ, അഭിനവസ്യ പിതാ രാഹുലഃ, അഭിനവസ്യ സോദരീ റിയ, അഭിനവസ്യ സോദരഃ രാമഃ, അഭിനവസ്യ മാതുലഃ ശ്രീഹർഷഃ. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെയും ബന്ധങ്ങൾ പറയാം. ഇപ്പൊ എന്റെ എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും? മമ, മമ മാതാ രമ, ഇങ്ങനെയല്ലേ നമ്മൾ പറയാം. അപ്പോൾ ബന്ധം കാണിക്കാൻ നമ്മൾ ഷഷ്ടി വിഭക്തിയാണ് ഉപയോഗിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു പ്രവർത്തനം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠം പ്രതി പ്രവിശാമഃ. തത്ര സംലാപഃ വർത്തതേ കില. സംലാപം അഹം പഠാമി, സശ്രദ്ധം ശൃണ്വന്തു. നേപഥ്യേ ഉച്ചരധാര്യാഃ ഉച്ചരത തതഃ പ്രവിശതി ധൃതരാഷ്ട്രോ ഗാന്ധാരീ ദുർജയശ്ച. ധൃതരാഷ്ട്രഃ പുത്ര ക്വാസി ഗാന്ധാരി പുത്രക ക്വാസി ധൃതരാഷ്ട്രഃ. ഭോ കഷ്ടം അദ്യാഹവേ മമ സുതഃ വഞ്ചനാഹതഃ ഇതി ശ്രുത്വാ അന്തർഗതാസ്ത്രഃ മാം അന്ധമന്ധതരം കുർവന്തി. ഗാന്ധാരി കിം ധരസേ? ഗാന്ധാരി ജീവിതാസ്മി മന്ദഭാഗ. രാജ ഭോ കഷ്ടം യന്മമാഭിസ്ത്രിയോ രുദന്തി പൂർവം ന ജാനാമി കദാഭിഗാതരുച കിന്ത്വിതാനീം തജ്ജാനാമ്യഹം. ധൃതരാഷ്ട്രഃ കഥം ന ദൃശ്യത്തെ യോഹം അന്വേഷ്ടവ്യേ കാലേ പുത്രം ന പശ്യാമി. സകൃദപി ധൃതരാഷ്ട്രഃ പുത്രദത്തം നിവാപം ഭോക്തും കിം ന യോഗ്യഃ. ഗാന്ധാരി ജാതാ സുയോധന ദേഹി മേ പ്രതിവചനം. ധൃതരാഷ്ട്രഃ പുത്ര ദുര്യോധന അഷ്ടാദശ അക്ഷൗഹിണീ മഹാരാജ ക്വാസി. രാജ അഹമസ്മി മഹാരാജ. ധൃതരാഷ്ട്ര പുത്രശത ജ്യേഷ്ഠ ദേഹി മേ പ്രതിവചനം. രാജ അന്യത് ദദാമി ഖലു വൃത്താന്തം അനേന വൃത്താന്തേന വ്രീളിതോസ്മി. ധൃതരാഷ്ട്ര ഏഹി പുത്ര അഭിവാദയസ്വമ. അപ്പൊ ഇതുവരെ വായിച്ചതൊന്ന് നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് ഓരോ ഡയലോഗായിട്ട് പറഞ്ഞ് അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. നേപഥ്യേ, നേപഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അണിയറയാണ്. അതായത് സ്റ്റേജിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഉള്ളിലേക്ക് സ്റ്റേജിലേക്ക് കഥാപാത്രങ്ങൾ പ്രവേശിക്കുക. അവിടുന്ന് നിഷ്ക്രമിക്കുന്നതും നേപഥ്യത്തിലേക്കാണ്.
ഇപ്പൊ നേപഥ്യത്തിൽ നിന്ന്, അണിയറയിൽ നിന്നൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. എന്താ കേൾക്കുന്നത്? ഉച്ചരത ആര്യാഹ, മാറി നിൽക്കൂ ആര്യന്മാരെ എന്നാണ് പറയുന്നത്. മാറി നിൽക്കൂ എന്ന് പറയാണ്. അപ്പൊ ധൃതരാഷ്ട്രൻ ഗാന്ധാരിയും പ്രവേശിക്കുകയാണ്. അപ്പൊ അവര് പറയാണ് എല്ലാരും മാറി നിൽക്കൂ, മാറി നിൽക്കൂ എന്ന് പറയാണ്. ഉത്സരത, മാറി നിൽക്കൂ. തതഃ പ്രവിശതി ധൃതരാഷ്ട്രോ ഗാന്ധാരി ദുർജയശ്ച. അതിനുശേഷം ആരാ പ്രവേശിക്കുന്നത്? ധൃതരാഷ്ട്രനും ഗാന്ധാരിയും ദുർജയനും പ്രവേശിക്കണം. എന്നിട്ട് ധൃതരാഷ്ട്രൻ പറയാണ്, ധൃതരാഷ്ട്ര പുത്ര ക്വാസി, പുത്ര നീ എവിടെയാണ് എന്ന് ചോദിക്കാം. ക്വാ അസി, ക്വാ അസി, എവിടെയാണ് എന്ന് ചോദിക്കാം. ഗാന്ധാരി പുത്രക ക്വാസി, ഇപ്പൊ ഗാന്ധാരിയും ചോദിക്കുകയാണ് പുത്ര നീ എവിടെയാണ്. അപ്പൊ ഇവര് ദുര്യോധനനെ തപ്പി വന്നിരിക്കുകയാണല്ലോ. അപ്പൊ ഇവര് ചോദിക്കുകയാണ് പുത്ര നീ എവിടെയാണ് എന്ന് ചോദിക്കാം. ധൃതരാഷ്ട്ര ഭോ കഷ്ടം, അയ്യോ കഷ്ടമാണ്. എന്താ കഷ്ടം? അദ്യ ആഹവേ മമ സുതഃ വഞ്ചനാഹതഃ ഇതി ശ്രുത്വാ അന്തർഗതാസ്ത്രഃ മാം അന്ധം അന്ധതരം കുർവന്തി. അദ്യ ആഹവേ, ഇന്ന് രാവിലെ മമ സുതഃ, എന്റെ പുത്രൻ വഞ്ചനാഹതഃ, വഞ്ചന കൊണ്ട് ഹനിക്കപ്പെട്ടു, ഇത് ശ്രുത്വ എന്ന് കേട്ടിട്ട് അന്തർഗതാസ്ത്രഃ, ഉള്ളിലുള്ള ശോകം മുഴുവൻ, മാം അന്ധതരം കുർവന്തി, അന്ധനായ എന്നെ വീണ്ടും അന്ധനാക്കി തീർക്കുകയാണ്. ഗാന്ധാരി കിം ധരസേ, ഗാന്ധാരി നീ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതായത് പുത്രൻ ഇങ്ങനെ വഞ്ചന കൊണ്ട് ഹനിക്കപ്പെട്ടു, പ്രഹരിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ട് ധൃതരാഷ്ട്രൻ പറയുകയാണ് ഉള്ളിലുള്ള ശോകം അന്ധനായ എന്നെ വീണ്ടും അന്ധനാക്കി മാറ്റുകയാണ്. ഗാന്ധാരി നീ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗാന്ധാരി എന്താ പറയുന്നത്? ജീവിതാസ്മി മന്ദഭാഗ, ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത്രയും ഭാഗ്യം കെട്ടവളായ ഞാൻ ഇനിയും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയാണ് രാജ. അപ്പോ ആദ്യമായിട്ട് ദുര്യോധനൻ പറയാണ്, ഇവിടെ രാജാവ് ആരാണ്? ദുര്യോധനനാണ്. ഭോ കഷ്ടം, അയ്യോ കഷ്ടമാണ്. എൻ മമാഭി സ്ത്രീയോ രുദന്തി, എന്റെയും അന്തപുരത്തിലെ സ്ത്രീകൾ അവിടെ കരയുന്നത് എനിക്ക് കേൾക്കാൻ തുടങ്ങി. പൂർവം ന ജാനാമി ഗദാഭിഘാതരുജ, ഇതിനു മുമ്പ് ഞാൻ ഇതുവരെ ഗദാഭിഘാതരുജ, ഗദ കൊണ്ടുള്ള പ്രഹരത്തിന്റെ വേദന ഒരിക്കലും അറിഞ്ഞിട്ടില്ല. കിം വിദാനിം തജ്ജാനാമ്യഹം, പക്ഷെ ഇപ്പൊ എനിക്ക് അത് അറിയുന്നുണ്ട്. ധൃതരാഷ്ട്ര കഥം ന ദൃശ്യത്തെ, എന്തുകൊണ്ടാ കാണാത്തത്? യോഹം അന്വേഷ്ടവ്യേ കാലേ പുത്രം ന പശ്യാമി, ഈ അന്വേഷിക്കുന്ന സമയത്ത് എന്റെ മോനെ ഞാൻ എന്തുകൊണ്ടാണ് കാണാത്തത് എന്ന് ചോദിക്കുകയാണ്. സകൃതപി ധൃതരാഷ്ട്ര പുത്രദത്തം നിവാപം ഭോക്തും കിന്ന യോഗ്യഃ, ഒരിക്കൽ പോലും, സകൃത് ഒരിക്കൽ, സകൃതപി ഒരിക്കൽ പോലും, ധൃതരാഷ്ട്ര ഈ ധൃതരാഷ്ട്രൻ, പുത്രദത്തം പുത്രനാൽ തരപ്പെടുന്ന, നിവാപം ബലിച്ചോറ്, മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ബലിച്ചോറ്, ഭോക്തും ഭുജിക്കുവാൻ, കിന്ന യോഗ്യഃ യോഗ്യനല്ലേ, ഒരിക്കൽ പോലും പുത്രനാൽ നൽകപ്പെടുന്ന ബലിച്ചോറ് കഴിക്കാൻ ഈ ധൃതരാഷ്ട്രന് യോഗ്യതയില്ലേ എന്ന് ചോദിക്കുകയാണ്. അതായത് ദുര്യോധനൻ മരിച്ചു കഴിഞ്ഞാൽ ധൃതരാഷ്ട്രന് ആരും കൊടുക്കാനില്ലല്ലോ, ബാക്കി എല്ലാവരും മരിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. ഗാന്ധാരി ജാതാ സുയോധന ദേഹിമേ പ്രതിവചനം, പുത്ര ദുര്യോധന എനിക്ക് എന്തെങ്കിലും പ്രതിവചനം, പ്രതികരണം തരൂ, ഉത്തരം തരൂ എന്ന് ചോദിക്കുകയാണ്. ധൃതരാഷ്ട്ര പുത്ര ദുര്യോധന അഷ്ടാദശ അക്ഷൗഹിണി മഹാരാജ ക്വാസി, 18 അക്ഷൗഹിണി സൈന്യങ്ങളുടെ മഹാരാജാവായ ദുര്യോധന നീ എവിടെയാണ്? സംബോധനയാണ് അല്ലെ, ദുര്യോധനന്റെ പര്യായ പദമാണ് കേട്ടോ ഇവിടെ പറയുന്നത്. സുയോധന എന്നിവിടെ വിളിക്കുന്നതും അഷ്ടാദശ അക്ഷൗഹിണി മഹാരാജ എന്ന് വിളിക്കുന്നതും ഒക്കെ ദുര്യോധനന്റെ പര്യായ പദമാണ്. മഹാഭാരത യുദ്ധത്തില് 18 അക്ഷൗഹിണി സേനകളാണ് ദുര്യോധനന്റെ അല്ലെങ്കിൽ കൗരവന്മാരുടെ പടയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള രാജാവേ എന്ന് വിളിക്കുകയാണ് രാജ. അഹമസ്മി മഹാരാജ, അപ്പോ ദുര്യോധനൻ പറയാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. ധൃതരാഷ്ട്ര പുത്രശത ജ്യേഷ്ഠ, അപ്പൊ വീണ്ടും വിളിക്കുകയാണ് ആരെ? ദുര്യോധനെ ഒരു സംബോധന ചെയ്ത് വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? പുത്രശത ജ്യേഷ്ഠ, 100 പുത്രന്മാരുടെ ജ്യേഷ്ഠനെ, സഹോദരനെ എന്നാണ് വിളിക്കുന്നത്. കൗരവന്മാര് 101 പേര്, അതിൽ 100 പേരുടെ ജ്യേഷ്ഠനാണ് ദുര്യോധനൻ. അതാണ് പറയുന്നത് പുത്രശത ജ്യേഷ്ഠ ദേഹിമേ പ്രതിവചനം, എനിക്ക് ഉത്തരം തരൂ എന്ന് ചോദിക്കുകയാണ്. രാജ അന്യദാമി ഖലു വൃത്താന്തം, ഈ കാര്യം ഒന്ന് വേറെ രീതിയിൽ ഞാനൊന്ന് അവതരിപ്പിക്കാം. എന്താ അങ്ങനെ ദുര്യോധനൻ വേറെ രീതിയിൽ നടന്ന കാര്യം അവതരിപ്പിക്കുന്നത്? അനേന വൃത്താന്തേന വ്രീളിതോസ്മി,
ഈ നടന്ന കാര്യം കൊണ്ട് ഞാൻ അത്യധികം ലജ്ജിതനായിരിക്കുന്നു. അതായത് ഇതുവരെ ഗദാപ്രഹരം കൊണ്ട് വീണിട്ടില്ലാത്ത ഞാൻ ആദ്യമായിട്ട് ഭീമന്റെ ഗദാഘാതം കൊണ്ട് ഇങ്ങനെ വീണ് കിടക്കുന്ന കാര്യത്തിൽ ഞാൻ അത്യധികം ലജ്ജിതനാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെ ഒന്ന് മാറ്റി പറയാം എന്ന് ദുര്യോധനൻ ഇങ്ങനെ പറയണം. ഇപ്പൊ ധൃതരാഷ്ട്ര ഏഹി പുത്ര അഭിവാദയസ്വമാം, എന്നെ ഒന്ന് വരൂ പുത്ര, എന്നെ അഭിവാദനം ചെയ്യൂ. അച്ഛനാണ് വന്നിരിക്കുന്നത്, അപ്പൊ അഭിവാദനം ചെയ്യണം, അതൊന്ന് ചെയ്യൂ, നമസ്കരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞു അല്ലെ. അപ്പൊ ആകെ ഈ ഭാഗത്തില് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ദുര്യോധനന്റെ പര്യായ പദങ്ങളൊക്കെ കുറച്ച് നമ്മൾ കണ്ടു. കുറച്ച് സംബോധനാ രൂപങ്ങൾ വിളിക്കുന്നത് ഗാന്ധാരി, സുയോധന, പുത്രശതജ്യേഷ്ഠ എന്നൊക്കെ വിളിക്കുന്നത് കണ്ടു അല്ലെ. അതൊക്കെയാണ് നമ്മൾ സംബോധനാ രൂപങ്ങൾ എന്ന് വിളിക്കുക. സംബോധനാ രൂപം എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിക്കുന്ന രൂപങ്ങളെയാണ് നമ്മൾ സംബോധനാ രൂപങ്ങൾ എന്ന് പറയുക. അതൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത് പ്രഥമാ വിഭക്തിയിലായിരിക്കും എന്നുള്ളതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രഥമാ വിഭക്തിയിലാണ് സംബോധനാന്ത രൂപങ്ങൾ, അതായത് ഒരാളെ വിളിക്കുന്നത് എപ്പോഴും പ്രഥമാ വിഭക്തിയിലായിരിക്കും. ശരി, അപ്പോ നമുക്ക് ഒരു പ്രവർത്തനം ചെയ്യാം. അസ്മാത് ഭാഗാത് പഠിതാത് അസ്മാത് ഭാഗാത് സംബോധന പ്രഥമാന്ത രൂപാണി ചിത്വാ ലിഖന്തു. ഈ പഠിച്ച ഭാഗത്തിൽ നിന്ന് നമുക്ക് സംബോധന പ്രഥമാന്ത രൂപങ്ങൾ ഒന്ന് എടുത്തെഴുതാം. ഇപ്പൊ എക്സാമ്പിൾ ആദ്യം ഞാനൊന്ന് പറഞ്ഞു തരാം. ആദ്യം എന്താ പറയുന്നത്? പുത്ര എന്ന് വിളിക്കുന്നുണ്ട്. പുത്ര എന്ന് വിളിക്കുന്നതാണ്. അപ്പൊ ഒരാളെ വിളിക്കുമ്പോൾ ഒരാളുടെ പേര് വിളിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് സംബോധന രൂപമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ പുത്ര എന്ന് വിളിക്കുന്നത്, പുത്രക എന്ന് വിളിക്കുന്നത്. വീട്ടിൽ നമ്മൾ അമ്മ വിളിക്കാറുണ്ട്. ശരണ്യ, ശരണ്യേ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്ത് വിളിക്കും, രമേ എന്ന് വിളിക്കും. ഇങ്ങനെ പല രീതിയിൽ നമ്മളെ വീട്ടിൽ വിളിക്കുന്നതോ അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ വിളിക്കുന്നതോ ഒക്കെ സംബോധനയാണ്. അങ്ങനെയുള്ള സംബോധനകളാണ് ഈ പാഠഭാഗത്തിൽ നിന്നും കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം പറഞ്ഞു പുത്ര എന്ന് ധൃതരാഷ്ട്രം വിളിക്കുന്നുണ്ട്. പിന്നെയോ പുത്രക, ഭോഹോ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെയോ ഭോഹോ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ സംബോധന ചെയ്യുമ്പോ അയ്യോ നീ എവിടെയാന്നൊക്കെ പറയുന്നത് പോലെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഭോഹോ. പിന്നെയോ സുയോധന, ദുര്യോധന, പിന്നെ പുത്രശതജ്യേഷ്ഠ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സംബോധനാ രൂപങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? പുത്ര, പുത്രക, ഭോഹോ, ഗാന്ധാരി, ഗാന്ധാരി കിം ധരസേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഗാന്ധാരി. പിന്നെ മന്ദഭാഗ, ഗാന്ധാരി പറയുന്നുണ്ട് ജീവിതാസ്മി മന്ദഭാഗ, ഈ ഭാഗ്യം കേട്ടവൾ ഇനിയും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെയോ പിന്നെ ഏതാ ഉള്ളത് ഒന്ന് നോക്കൂ. സുയോധന, ജാത. ജാത എന്ന് പറയുന്നത് എന്താണ്? പുത്ര എന്നാണ് അർത്ഥം. ജാത എന്ന് പറഞ്ഞാലും പുത്ര എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ജാത എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ പുത്രശതജ്യേഷ്ഠ, 100 പുത്രന്മാരുടെ ജ്യേഷ്ഠ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സംബോധനാ രൂപങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരന്മാരോ ഒക്കെ നമ്മളെ വിളിക്കുന്നതും ഇതുപോലെ സംബോധനാ രൂപങ്ങളിലാണ്. ഇതിനെയാണ് നമ്മൾ സംബോധന പ്രഥമ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ശരി, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്ത പ്രവർത്തനം പാഠഭാഗം സമ്യക് പഠിത്വാ ദുര്യോധനസ്യ പര്യായ പദാനി ചിത്വാ ലിഖന്തു എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. അതായത് പാഠഭാഗം നന്നായി വായിച്ചിട്ട് ദുര്യോധനന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. അത് നിങ്ങൾക്ക് സംബോധന പ്രഥമാന്ത രൂപങ്ങൾ കണ്ടുപിടിച്ചതുപോലെ തന്നെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ദുര്യോധനന്റെ പര്യായ പദങ്ങൾ പാഠഭാഗത്തിൽ നിന്ന്. 1 സുയോധന, പിന്നെയോ പുത്രശതജ്യേഷ്ഠ, അഷ്ടാദശാക്ഷൗഹിണി മഹാരാജ. ഇങ്ങനെ 3 പര്യായ പദങ്ങൾ. ഏതൊക്കെയാണ്? സുയോധന, അഷ്ടാദശാക്ഷൗഹിണി മഹാരാജ, പുത്രശതജ്യേഷ്ഠ. ഇത്രയുമാണ് പര്യായ പദങ്ങൾ. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ പേര് ദുര്യോധനന് വന്നു എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. വെറുതെ ഒരാളെ അങ്ങനെ പേരിട്ട് വിളിക്കില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണെന്നും കൂടി നമുക്ക് നോക്കാം. സുയോധന എന്നെന്താ വിളിക്കുന്നത്? സമ്യക് യോധയതി, അതായത്
യുദ്ധഭൂമിയിൽ നന്നായി ആരാണോ യുദ്ധം ചെയ്യുന്നത് അവനാണ് സുയോധനൻ. അതുകൊണ്ടാണ് അങ്ങനെ ദുര്യോധനന് സുയോധനൻ എന്ന് പേര് വന്നത്. ഇനി അടുത്ത പര്യായപദം എന്താണ്? പുത്രശത ജ്യേഷ്ഠ. പുത്രശത ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ 100 ജ്യേഷ്ഠന്മാരുടെ 100 സഹോദരന്മാരിൽ ഏറ്റവും ജ്യേഷ്ഠൻ. പുത്രശത ജ്യേഷ്ഠ, 100 പുത്രന്മാരിൽ ഏറ്റവും ജ്യേഷ്ഠനായവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇനിയോ അഷ്ടാദശ അക്ഷൗഹിണി മഹാരാജ, അതായത് 18 അക്ഷൗഹിണി സൈന്യങ്ങളുടെ മഹാരാജാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു അക്ഷൗഹിണി സൈന്യം, അക്ഷൗഹിണി സൈന്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. അക്ഷൗഹിണി എന്ന് പറയുന്നത് എപ്പോഴും പല യോദ്ധാക്കളുടെയും ഗജങ്ങളുടെയും അശ്വങ്ങളുടെയും ഒക്കെ കൂട്ടമാണ്. അപ്പോൾ 18 അങ്ങനെയുള്ള അക്ഷൗഹിണി സൈന്യങ്ങളോട് കൂടിയവനായിരുന്നു ദുര്യോധനൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു അക്ഷൗഹിണി സൈന്യത്തില് എന്തൊക്കെ ഉണ്ടാവും? രഥാഹ, ഗജാഹ, അശ്വാഹ. പിന്നെന്താ ഉണ്ടാവുക? രഥങ്ങൾ ഉണ്ടാവും, ഗജങ്ങൾ ഉണ്ടാവും, അശ്വങ്ങൾ ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടതാരാ? സൈനികന്മാര്. സൈനികാഹ ച ഭവേയുഹു. അപ്പോ രഥാഹ, അശ്വാഹ, ഗജാഹ, സൈനികാഹ ച അക്ഷൗഹിണി സൈന്യേ ഭവേയുഹു. ഇനി അത് ഒരു കണക്കുണ്ട്. ഇത് എത്ര എണ്ണം ഉണ്ടാവണം, ഈ ഓരോന്നും എത്ര ഉണ്ടാവണം എന്നൊരു കണക്കുണ്ട്. എന്നാലേ അതൊരു അക്ഷൗഹിണി സൈന്യം ആവുള്ളൂ. അപ്പൊ ആദ്യം എത്ര രഥങ്ങൾ ഉണ്ടാവണം എന്ന് നോക്കാം. രഥങ്ങൾ 21,870 രഥങ്ങളാണ് ഉണ്ടാവുക. ഇനി ഗജങ്ങളും 21,870 ഗജങ്ങൾ ഉണ്ടാവണം. പിന്നെ അശ്വങ്ങള്, കുതിരകൾ എത്ര എണ്ണം ഉണ്ടാവണം? 65,610 അശ്വങ്ങൾ അല്ലെങ്കിൽ കുതിരകളാണ് ഉണ്ടാവുക. ഇനി പടയാളികളോ, സൈനികരോ? സൈനികരാണ് 1,09,350 സൈനികർ. 1,09,350 സൈനികരാണ് ഇങ്ങനെ ഒരു അക്ഷൗഹിണി സൈന്യത്തിൽ ഉണ്ടാവുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ 18 അക്ഷൗഹിണി സൈന്യങ്ങളുടെ മഹാരാജാവായിരുന്നു ദുര്യോധനൻ എന്നാണ് പറയുന്നത്. ശരി, അപ്പൊ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഒന്ന് നമ്മൾ പാഠഭാഗം പഠിച്ചു. പാഠഭാഗത്തില് ഇങ്ങനെ ധൃതരാഷ്ട്രനും ഗാന്ധാരിയും ദുര്യോധനനെ തപ്പി വരികയാണ്. എന്നിട്ട് ദുര്യോധനെ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ദുര്യോധനൻ തനിക്ക് നടന്ന കാര്യം എന്താണെന്ന് ധൃതരാഷ്ട്രനോടും ഗാന്ധാരിയോടും പറയാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിലും ഇന്ന് നമ്മൾ പഠിച്ചു. കൂടാതെ പരസ്പരം രണ്ടുപേരുടെ ബന്ധം കാണിക്കാൻ നമ്മൾ ഷഷ്ടി വിഭക്തിയാണ് ഉപയോഗിക്കുക എന്ന് പഠിച്ചു. പിന്നെ ഊരുഭംഗത്തിലെ കഥാപാത്രങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ദുര്യോധനന്റെ വേറെ പേരുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് നാളെ വരുമ്പോൾ ഒരു അനുബന്ധ പ്രവർത്തനം ചെയ്തു വരാം. എന്താ അനുബന്ധ പ്രവർത്തനം? അധോദത്താനാം നാമാന്തരാണി അഥവാ പര്യായ പദാനി ചിത്വാ ലിഖന്തു. താഴെ തന്നിരിക്കുന്നവയുടെ പര്യായങ്ങൾ കണ്ടുപിടിച്ച് വരിക. ആരുടെ പര്യായാണ്? ശ്രീകൃഷ്ണസ്യ അർജുനസ്യ ച നാമാന്തരാണി അഥവാ പര്യായാനി ചിത്വാ ലിഖന്തു. ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും പര്യായ പദങ്ങൾ കണ്ടുപിടിച്ച് നാളെ വരുമ്പോൾ എഴുതി കൊണ്ടുവരിക. ശരി, ധന്യവാദ.